മാറാടി ഗ്രാമപഞ്ചായത്തിന് വീണ്ടും സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി പുരസ്കാരം. ജനകീയ പദ്ധതികളും മികച്ച ഭരണനിർവഹണവും നടപ്പിലാക്കിയതിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. 2023-24 വർഷം ജില്ലയിൽ 2ാം സ്ഥാനത്തായിരുന്ന പഞ്ചായത്ത് ഇത്തവണ 1ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ജനകീയ പദ്ധതികളും മികച്ച ഭരണനിർവഹണവും മാറാടി പഞ്ചായത്തിന് വീണ്ടും സംസ്ഥാന സർക്കാരിന്റെ സ്വരാജ് ട്രോഫി പുരസ്കാരം നേടിക്കൊടുത്തിരിക്കുകയാണ്. 2023-24 വർഷം ജില്ലയിൽ 2ാം സ്ഥാനത്തായിരുന്ന പഞ്ചായത്ത് ഇത്തവണ 1ാം സ്ഥാനത്തെത്തിയാണ് അഭിമാന നേട്ടം കൈവരിച്ചത്. അടിസ്ഥാന സൗകര്യ വികസനത്തിലും സാമൂഹിക ക്ഷേമത്തിലും മാറാടി പഞ്ചായത്ത് നടത്തിയ വിപ്ലവകരമായ മാറ്റങ്ങൾക്കുള്ള അംഗീകാരമാണിതെന്ന് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് OP ബേബി പറഞ്ഞു. പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നടപ്പിലാക്കിയ ബൃഹത് പദ്ധതികളാണ് ഈ നേട്ടത്തിലേക്ക് എത്തിച്ചത്. ലൈഫ് പദ്ധതിയിലൂടെ ഉൾപ്പെടെ 200 നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിയതും കുന്നുംപുറം ലക്ഷം വീട് കോളനിയിലെ 12 വീടുകൾ ടൗൺഷിപ്പ് പദ്ധതിയായി വിഭാവനം ചെയ്ത് പുനർനിർമ്മിച്ചതും പഞ്ചായത്തിലെ 13 അംഗൻവാടികളും AC സംവിധാനം ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളോടെ നവീകരിച്ചതുമെല്ലാം മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്കുൾപ്പെടെ മാതൃകയായിരുന്നു. ജനപ്രതിനിധികൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ, ഹരിതകർമ്മസേന, ആശാവർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവരുടെ കൂട്ടായ പരിശ്രമമാണ് പഞ്ചായത്തിന്റെ നേട്ടങ്ങൾക്ക് പിന്നിലെന്നും പുതിയ ഭരണസമിതിക്ക് വികസന പ്രവർത്തനങ്ങൾ തുടരാൻ ഇത് കരുത്തും പ്രോത്സാഹനവും നൽകുമെന്നും OP ബേബി പറഞ്ഞു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.